ചട്ടിക്ക് ഒരു കുറവില്ല. പാത്രങ്ങളുടെ അഭിഷേകമാണ് എന്റെ മുട്ട വറുക്കാനുള്ള പാത്രം. എന്റെ തവലെന്തേ? പക്ഷെ ഈ സുര എനിക്ക് ഇതുവരെ എന്തെങ്കിലും തിന്നുക, എന്തെങ്കിലും ചെയ്യുക, എവിടെയെങ്കിലും പോയി കിടക്കുക, ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ രാത്രിയോ, ഞാൻ വന്നിരിക്കുന്നതിന് മുന്നേ കഴിച്ചു തീർന്നു 2 പ്ലേറ്റില്. ഓ ഭയങ്കര വലിച്ച. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ആക്ച്വലി രാവിലെ മുതലുള്ള കാര്യങ്ങൾ കാണിച്ചു തുടങ്ങണം. പക്ഷെ ഇതിപ്പോൾ ഉച്ചയാണ്. പക്ഷെ എന്നാലും എനിക്കിത് രാവിലെയാണ്. കാരണം ഇന്നലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നപ്പോൾ നല്ല ലേറ്റായി. അപ്പോൾ ഞാൻ ഉറക്കം എഴുന്നേറ്റ് തന്നെ 11:30-ക്കാണ്. പിന്നെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോഴേക്കും ഇപ്പം മണി 12:30 ആയിട്ടുണ്ട്. അപ്പോൾ 12:30 മുതൽ ഇന്നത്തെ ഒരു ലൈഫാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഈ ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാൻ അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. കാരണം ഇന്ന് ആദ്യം ഭക്ഷണം കഴിക്കണം. ചെറിയൊരു കുക്കിംഗ് എന്ന് പോലും പറയാൻ പറ്റില്ല. ഇവിടെ വലിയ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇരിപ്പില്ല. ഉള്ള സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടി നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്ത് നമുക്ക് ചെടി മേടിക്കാൻ പോകാനുണ്ട്, എനിക്കൊന്ന് ബാങ്കിൽ പോകാനുണ്ട്, ഒന്ന് ഓഫീസിൽ കയറണം. അങ്ങനത്തെ കുറച്ച് കുട്ടി കുട്ടി പരിപാടികൾ മാത്രമാണ് ഇന്നുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഇനി ഇൻട്രോ സംസാരിച്ച സമയം കളയുന്നില്ല. വിശന്ന് എനിക്ക് കൂമ്പ് എത്തുന്നു. വെളുപ്പാങ്കാലത്ത് തുടങ്ങിയ വിശപ്പിന് നിലവിളിയാണ്. വിശന്ന് എൻ്റെ വിശപ്പ് ചത്തു. എന്നാലും എനിക്ക് കഴിച്ചേ പറ്റുള്ളൂ. വയറ് വേദനിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇരിപ്പില്ല. ആകെപ്പാടുള്ളത് മുട്ടയുണ്ട്, ഒരു 2-3 പീസ് ബ്രെഡ് ഇരിപ്പുണ്ട്. അതൊക്കെയാണ് ഇന്നുള്ളത്. കാരണം നമ്മൾ അടുപ്പിച്ച് ഷൂട്ട് ഉണ്ടായിരുന്നത് കൊണ്ടേ ഞാൻ സാധനങ്ങളൊന്നും മേടിച്ചില്ല. എല്ലാം മേടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ ഇവിടെ ആൾ കാണത്തില്ല. അത് ഫുള്ള് ഇരുന്ന് ചീഞ്ഞു പോവും. അപ്പം നമുക്ക് താഴത്തെ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ കുറേ തവണ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ട്. കുക്ക് ചെയ്യാന്ന് പറഞ്ഞ് മേടിച്ച് വെക്കും. പക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഷൂട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ എന്തായാലും കുക്ക് ചെയ്ത് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇറങ്ങുന്നത്. പക്ഷെ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ പോയ കാര്യങ്ങളൊക്കെ തീർന്നു വരുമ്പോൾ ഒരു നേരം അങ്ങനെ കുറേ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇൻ ദ സെൻസ് ചീത്തായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പുതിയ വീട്ടിൽ വന്നപ്പോൾ തീരുമാനമാണ് നമ്മൾ അടുപ്പിച്ച് കുറച്ച് ദിവസമായിട്ട് ഉള്ള ദിവസങ്ങളിൽ മാത്രമേ ഇനി സാധനങ്ങൾ മേടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ. ഇല്ലാതെ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മുട്ടയോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നിപ്പം ഇവിടെ കുറച്ച് ബ്രെഡ് ബാക്കിയിരിപ്പുണ്ട്. മെർലിൻ വന്നപ്പം അവൾക്ക് കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയുടെ പാക്കറ്റ്, അവൾക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുന്തം ഉണ്ടാവില്ല, പട്ടിണി കിടക്കേണ്ടി വരും എന്ന്. അതുകൊണ്ട് അവൾ സ്വന്തമായിട്ട് ചപ്പാത്തിയുടെ പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നു. ഇവിടെ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്. ഈ ബ്രെഡ് ഞാൻ എന്തായാലും ബ്രെഡ് കഴിക്കാൻ വിചാരിച്ചു. ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു 3 പീസ് ബ്രെഡ് ഇരിപ്പുള്ളത്. ആ 3 പീസും കൂടെ എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ബ്രെഡും പിന്നെ അടൂരിന്ന് ഷീജാമ എനിക്ക് പഴം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പഴുത്ത് കഴിക്കാൻ പാകമായിട്ടുണ്ട്. പഴവും ബ്രെഡും ഒരു ഓംപ്ലേറ്റും ആയിട്ട് കഴിക്കാം. മെർലിന് ചപ്പാത്തിയും ബീഫ് അച്ചാർ, ഷീജാമ ബീഫ് അച്ചാർ കൊടുത്തിട്ട് അപ്പോൾ ചപ്പാത്തിയും ബീഫ് അച്ചാറും കൂടെ കഴിക്കും. അങ്ങനെയാകുമ്പോൾ സാധനങ്ങളൊന്നും വേസ്റ്റ് ആവാതെ ഇന്നത്തോടു കൂടി എല്ലാം നമ്മൾ തീർക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ചട്ടി മുട്ട ഇറക്കുന്നതിന് ഇവിടെ ഫുഡ് ഇല്ലെങ്കിൽ ചട്ടിക്ക് ഒരു കുറവില്ല. പാത്രങ്ങളുടെ അഭിഷേകമാണ്. കാര്യം പാലച്ചിലിട്ട് സകല പാത്രങ്ങളും ഇറക്കി ഞാൻ എല്ലായിടത്തും ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഫുൾ നോൺ സ്റ്റിക്ക്, ഇപ്പുറത്ത് ഫുള്ള് സ്റ്റീൽ, അപ്പുറത്ത് ഫുള്ള് സെറാമിക്. അതുകൊണ്ട് ചട്ടിക്കൊന്നും ഇവിടെ ബുദ്ധിമുട്ട് വരില്ല. ഒരു കാര്യം ചെയ്യാം, നീ ചപ്പാത്തി ഉണ്ടായിക്കോളൂ, ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യും. ചട്ടി കുട്ടി മട്ടിയും തരാം. ഇത് ചപ്പാത്തി ഉണ്ടാക്കാൻ എടുത്തോ. ഭംഗിയുള്ള ചട്ടിയോ? പക്ഷെ ഞാനൊരു കാര്യം രണ്ട് പാത്രം എടുത്താൽ നമ്മൾ കഴുകേണ്ടി വരുവേ. സമ്മതിക്കില്ല. കുഴപ്പമില്ല, എനിക്കിത് അല്ല വേറെ ഉണ്ട്. ചട്ടിയില്ലെന്ന് പറഞ്ഞ എന്നെ അപമാനിക്കുന്നു. സമയം എടുക്കൂ. എന്റെ മുട്ട വറുക്കാനുള്ള പാത്രം
സ്റ്റിക്കർ പോലും മാറ്റിയിട്ടില്ല കേട്ടോ. ഇന്ന് പാത്രത്തിന്റെ ഉദ്ഘാടനമാണ്. ഇതെല്ലാം പാലുകാച്ചി നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. ഓക്കെ, അപ്പം ഞാൻ ഈ പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കാം. നമ്മുടെ എന്താ ഫസ്റ്റ് പായസം ഉണ്ടാക്കിയ വീഡിയോയ്ക്ക് കുറേ നല്ല കമൻറ്റും കുറേ എന്താ പറയുക ആശംസകളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്താ ഞാനിപ്പോൾ പോവും, ഞാനിതൊന്ന് കഴുകിയിട്ട് ചലിക്കുന്നു. അപ്പം നമുക്ക് ആദ്യം ഞാനൊന്ന് ബ്രെഡ് എന്തായാലും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അയ്യോ, ഈ ഗ്യാസിൻ്റെ സുന എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. ഞാൻ എപ്പോൾ ഓൺ ചെയ്താലും ആദ്യം അത് ഓഫാവും, എന്നിട്ടത് കത്തുള്ളൂ. ബ്രെഡ് ചുമ്മാ ഒന്ന് ചൂടാക്കി എടുക്കാം, മുട്ട വറുക്കാം, പിന്നെ പഴം ഇരിപ്പുണ്ട്, പിന്നെ ഷീജാമ്മയുടെ ഇച്ചിരി ബീഫ് അച്ചാർ. ഓക്കെ, മുട്ട നമുക്ക് ഐശ്വര്യമായിട്ട് മുട്ട അയ്യോ പൊട്ടിയില്ല, മുട്ട പൊട്ടിച്ച് തുടങ്ങാം. ഓക്കെ അമ്മേ, എനിക്ക് ഈ മുട്ട ബുൾസൈ ചെയ്ത് കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല. ഈ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള എൻ്റെ ടവൽ എന്തി ടവലെടുക്ക്, ഞാനത് കൈ തുടയ്ക്കാൻ വേണ്ടി ഇവിടെ വെച്ചതാ. എനിക്ക് ഈ ഹാഫ് കുക്ക്ഡ് ആയിട്ട് ഇങ്ങനെ മുട്ട കഴിക്കുന്നത് ഭയങ്കര ഒരു വല്ലായികയാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ബ്രെഡ് മുട്ട ശരിക്കും ബുൾസൈ ചെയ്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റാന്ന് അറിയാം. ഞാൻ 1-2 തവണ കഴിച്ചിട്ടില്ല എന്നല്ല കേട്ടോ. പക്ഷെ എന്തോ മനസ്സിനൊരു തൃപ്തിക്കുറവാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അതുകൊണ്ട് ഞാനിന്ന് നോർമൽ നമ്മുടെ ഓംലെറ്റ് ഇല്ലേ അതും ബ്രെഡുമാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് നമ്മൾ വേസ്റ്റ് ആക്കാതെ ഫുൾ എടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് കുറ്റബോധം അടിച്ചാൽ. 2 ബ്രെഡും ഒരു ഓട്ടയുള്ള 3 ബ്രെഡുമാണ് എനിക്ക് കിട്ടിയത്. ഒരു ചപ്പാത്തി തരുമോ? എന്തോ അന്വേഷിക്കുന്നേ? ഇത് ചട്ടയല്ല, ചട്ടുകമാണോ? അതായത് മുട്ടയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ആ ബ്രെഡ് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് തന്നെ ഒന്ന് തട്ടി പൊട്ടിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനൊന്നും ഇടുന്നില്ല, ഇടാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ്. ഇച്ചിരി മുളക് പൊടി ഇട്ടെടുക്കാം, ഒരു എരിവ് കിട്ടും. എനിക്ക് മുട്ടയിൽ കുരുമുളക് ഇടുന്നത് വലിയ ഇഷ്ടമല്ല. ഐ എം നോട്ട് എ കുരുമുളക് ഫാൻ. എനിക്ക് ഓംലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും അയ്യോ അമ്മേ, ഓഹോ അയ്യോ ഞാൻ തന്നെയാണ് അടച്ചത്. എനിക്ക് ഓംലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും അതിൻ്റെ മേലെ ഈ കുരുമുളക് ഇടില്ലേ, അതെനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. എന്താണെന്നറിയില്ല, എനിക്ക് കുരുമുളകിനോടൊരു ഇതുണ്ട്. അതിനെക്കാട്ടിലും എനിക്കിഷ്ടം മുളക് പൊടി. ചുമ്മാ മുട്ടയിലില്ലേ, മുട്ടയിൽ ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ഇങ്ങനെ തട്ടിയെടുക്കുന്ന എനിക്കിഷ്ടമാണ്. ആ ചട്ടുകൊന്ന് കടന്നു തരാമോ? ഓക്കെ. ശരിക്കും ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ ഈ ചട്ടുക ഉപയോഗിക്കാൻ പാടില്ല, മറ്റേ വുഡിൻ്റെ ആണ് ഇടാനായിട്ട്. ഇതിപ്പോൾ കാണുമ്പോൾ എന്നെ അമ്മ വഴക്ക് പറയും, നോൺ സ്റ്റിക്ക് പാനിൽ ആരെങ്കിലും സ്റ്റീലിൻ്റെ ഈ ചട്ടുക ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുമെന്ന് ചോദിക്കും. അതുകൊണ്ട് ആ വഴക്ക് ഒഴിവാക്കാനായിട്ട് ഞാൻ മമ്മി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നു. എൻ്റെ ഫുഡ് ഇപ്പം റെഡിയാവേ. അതല്ല ഈ ഞാനന്ന് പായസം വ്ളോഗിൽ പറഞ്ഞില്ലേ, ആള് തിരിച്ച് ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ അടുത്ത ദിവസം കൽക്കട്ടയിൽ പോയാണ്. പിന്നെ ഇതുവരെ ആൾ പൊങ്ങിയിട്ടില്ല, മുങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഫ്ലാറ്റിലിപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിക്ക് മൊത്തത്തിൽ ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു ജീവിതമാണ്. കാര്യം ഒറ്റയ്ക്കാണല്ലോ, എന്തെങ്കിലും തിന്നുക, എന്തെങ്കിലും ചെയ്യുക, എവിടെയെങ്കിലും പോയി കിടക്കുക, ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാത്രിയാവും. മൊത്തത്തിൽ ഒരു മടി പിടിച്ച ജീവിതമാണ്. ഞാൻ വന്നു കഴിയുമ്പം മൊത്തത്തിൽ എല്ലാം ഒന്ന് സെറ്റാവും, എന്തെങ്കിലുമൊക്കെ പണികൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെഡ് സെറ്റായി. ഇനി നമുക്ക് മുട്ട വറുക്കാം. എനിക്ക് എപ്പോഴും മുട്ട വറുക്കുമ്പോഴേ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത മുട്ട കഴിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെയല്ല, എൻ്റെ ഫേവറേറ്റ് മുട്ട വറുക്കൽ എന്താണെന്നറിയോ? മുട്ടയിൽ കുനുകുനാന്നരിഞ്ഞ സവോള, കുനുകുനാന്നരിഞ്ഞ പച്ചമുളക്, അതിലേക്ക് കുറച്ച് നമ്മുടെ ഈ ക്രഷ്ഡ് ചില്ലിയില്ലേ, വറ്റൽമുളക് പൊടിച്ചത്, ഒരു പിടി തേങ്ങാപ്പീര, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇതേപോലെ നല്ല ചൂട് വെളിച്ചെണ്ണയിലിട്ട് നല്ല വറുത്ത് കോരി മൊരിച്ചെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ പറഞ്ഞപ്പോഴേക്ക് വായിൽ വെള്ളമൂറി. നമുക്കിപ്പം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സിമ്പിൾ മുട്ട വറുത്ത് നമുക്ക് സെറ്റാക്കാം. ചട്ടി നല്ല ചൂടായിരുന്നു.
ഇത് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി അല്ല സംഭവം, ഇത് പൂരിയാണ്. കണ്ടോ, പൂരിയാണ്. ചപ്പാത്തി എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. ആ കടയിലെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ചപ്പാത്തിയായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും കുഞ്ഞി ചപ്പാത്തി, അല്ല ഇത്രയും കുഞ്ഞു പൂരിയായി പോയത്. ഇതെനിക്ക് തോന്നുന്നു ഒരു 5 കഴിച്ചാലേ വയറ് നിറയുള്ളൂ, അത്രയ്ക്ക് ചെറുതാണ്. എൻ്റെ മുട്ട ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഒന്ന് മറിച്ചിടാം. മുട്ട നല്ല മൊരിഞ്ഞിരിക്കണം, അതാണ് മുട്ടയുടെ രുചി. ഓക്കെ, ഇത് നോക്കിക്കോ. നമുക്ക് കഴിക്കാനുള്ള ബീഫ് അച്ചാർ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. എനിക്ക് ചൂട് വേണമെന്നില്ല, എനിക്ക് ചൂടില്ലാത്ത അച്ചാർ മതി. മെർലിനൊന്ന് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഷീജാമ്മ നമ്മൾ അവിടെ ആയിരുന്ന സമയത്ത് ബീഫ് അച്ചാർ, ചിക്കൻ അച്ചാർ, മീൻ അച്ചാർ, ഈ 3 അച്ചാറുകളും നമുക്ക് ഇട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ചൂടാക്കണോ? നല്ല അലിഞ്ഞിറങ്ങിയിരിക്കുക. അല്ല, ചൂടാക്കി തരാം. എനിക്കൊരു ഇച്ചിരി അച്ചാർ. ഏതാ? ചപ്പാത്തി അത് ഫ്രിഡ്ജിൽ വെക്കണ്ട, മറ്റേ ഇരുമ്പ് പോലെ ആയി പോവും. ഞാൻ ചൂടാക്കുന്നില്ല, ഞാൻ അല്ലാണ്ട് തന്നെ കുറച്ച് അച്ചാർ ചപ്പാത്തി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, നിനക്ക് അച്ചാർ ഇത് മതിയോ? നോക്കിയേ. ഓക്കെ, നമുക്കിതൊന്ന് അവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാവേ. ഒത്തിരി ചൂട് വേണോ? ഒന്ന് പൊട്ടിത്തെറിച്ചാൽ പോരെ? മെർലിൻ്റെ അച്ചാർ ഇവിടെ കിടന്ന് കരിഞ്ഞ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 30 സെക്കൻഡ് വെച്ചിട്ടുള്ളൂ, അത്രയും മതിയാകൂന്ന്. ഓ, അത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി, മറ്റേ തണുപ്പും കൂടെ ഉള്ളതുകൊണ്ട്. ആ നേരം കൊണ്ട് അത് സെറ്റാവും. അയ്യോ, എൻ്റെ മുട്ട തുഷ്ടത്തി, എൻ്റെ മുട്ട റബ്ബർ ഷീറ്റ് പോലെയായി. ഓക്കെ, അത് ഈ സൈഡിൽ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അച്ചാർ സെറ്റായിട്ടുണ്ടേ. പൊള്ളുവാവോ? തൊട്ട് നോക്കട്ടെ. ഇല്ല, വലിയ ചൂടില്ല. ഞാൻ പ്രതീക്ഷിച്ചതിന് അത്രയും ചൂടില്ല. അയ്യോ, ഒരു കഷ്ണം ബീഫ് തെറിച്ച് പുറത്ത് വീണു അതിൻ്റെ ഉള്ളിൽ. സോറി ഗൈസ്. നമുക്കൊന്ന് കഴിക്കാനിരുന്നാലോ? എനിക്കിനി വർത്താനം പറയാൻ വയ്യ, വിശക്കണു. കഴിക്കാം, വാ. ഗ്യാസെല്ലാം ഓഫ് ചെയ്തല്ലോ അല്ലേ? അയ്യോ, കാപ്പി ഇട്ടില്ല. വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കാപ്പി ഇടാം. ഇത് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇത് കണ്ട നാളെ മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് മേടിക്കണം എന്ന്. അങ്ങനെ ഈ സാധനം മേടിച്ചു. ഇത് ആദ്യം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിൽ വെക്കുമ്പോൾ പൊട്ടിപ്പോന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പൊട്ടില്ലാന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, എന്നാലും പൊട്ടിയാലോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് പൊട്ടിയിട്ടില്ല. നോക്കാം. പക്ഷെ ഇത് ഭയങ്കര രസമാണ്. ഇതിൽ നമ്മൾ ചായ ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു എസ്തെറ്റിക് ചായ കുടിച്ച പോലത്തെ ഒരു ഫീൽ വരും. ഇങ്ങനെ എടുത്ത് കത്തി കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് വിടാവൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് ചായ, അയ്യോ എങ്ങനെ, പക്ഷേ ഈ സുന എനിക്ക് ഇതുവരെ. ഓക്കെ, നമ്മൾ കാപ്പിക്കുള്ള കട്ടൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചു. ഞാൻ ഈ വെള്ളത്തിൽ തന്നെയാണ് പഞ്ചസാര ഇടുന്നത് കേട്ടോ. നമ്മൾ കാപ്പി ഇട്ടിട്ട് പഞ്ചസാര ഇടുമ്പോൾ അത് കലക്കുന്ന സമയത്ത് ഈ കാപ്പിയുടെ ചൂട് പോകുന്ന പോലെ തോന്നാറുണ്ട്. അയ്യോ, ഇതൊന്നും ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടില്ല, മൊത്തത്തിൽ കുളമായിട്ടിരിക്കുകയാണ്. അതൊക്കെ ഇനി സെറ്റാക്കി എടുക്കാനുള്ളൂ. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ ഞാൻ പഞ്ചസാര ഇട്ട് തിളപ്പിക്കും. അപ്പോൾ പിന്നെ ഡയറക്റ്റ് കാപ്പിപ്പൊടിയിലേക്ക് ആ വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ, അപ്പം ചായ പെട്ടെന്ന് തണുത്തു പോയില്ല. ഇതിലൊരു 3 സ്പൂൺ മതിയാവും. അതിട്ടു. എൻ്റെ കാപ്പി പൗഡർ ഇവിടെ തന്നെ ഇരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ വീട് കംപ്ലീറ്റ്ലി സെറ്റായിട്ടില്ല കേട്ടോ. സാധനങ്ങളൊക്കെ കുറേയൊക്കെ എടുത്ത് അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ സെറ്റ് ചെയ്തു, കുറച്ചൊക്കെ ഇനി സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഹോം ടൂർ ചെയ്യാനെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആ ഒരു കണ്ടന്റ് ഇതുവരെ ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ഇനി അധികം താമസിപ്പിക്കാതെ ഞാൻ എന്തായാലും ചെയ്യും. കാര്യം എനിക്ക് തന്നെ ക്ഷമയില്ല. ഭയങ്കര എന്താ പറയുക, നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമല്ലേ ആ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ. അവനിങ്ങനെ കാത്തിരിക്കുകയാണ്.
വിശപ്പിൻ്റെ വിളി ഭീകരമായതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നതിന് മുന്നേ കഴിച്ചു തീർന്നു 2 പ്ലേറ്റിൽ. നമുക്ക് അധികം വർത്താനം പറഞ്ഞ് സമയം കളയണ്ട, പെട്ടെന്ന് നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷം പിന്നെ പറയാം. എന്താ ടേസ്റ്റ് എന്തിനു എടുത്തോ. ഇങ്ങനൊരു കാര്യം പറയട്ടെ, വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ വിശന്നിരിക്കുന്നവരാണെന്ന് തോന്നുന്നു. ഭയങ്കര ആത്മസംതൃപ്തി. ബ്രെഡ് ഗോതമ്പിൻ്റെ വീറ്റ് ബ്രെഡാ, അതുകൊണ്ട് ഒട്ടും ടേസ്റ്റ് ഇല്ല, ഒരു മധുരം പോലും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിനുശേഷം എനിക്കൊരു പ്രൊമോഷന് ചെറിയൊരു പോർഷൻ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ആ ഷൂട്ട് കഴിഞ്ഞ് പുറത്ത് പോകാൻ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. എൻ്റെ ഈ കുർത്തി കൊള്ളാവോ? നമ്മുടെ ചിക്കൻ കറി പോയി എന്നാണ്, കോട്ടൺ കുർത്തി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിട്ട് കഴിയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഭയങ്കര എന്താ പറയുക, ഒരു സ്ലിം ലുക്ക് കിട്ടിയ പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ പല കളർ ഇറക്കി, പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, റോസ് എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെ ഇന്ന് ഞാൻ ഈ കുർത്തി, ശരിക്കും ഇത് ജീൻസിൻ്റെ സ്റ്റൈൽ ചെയ്ത് കുറച്ചൊരു ഭംഗിയായിരിക്കും, പക്ഷേ എൻ്റെ ഒരു കംഫർട്ട് നോക്കി ഞാൻ ഈ ബ്ലാക്ക് ടൈറ്റർ പാൻറ്റിൻ്റെ കൂടെയാണ് സ്ഥിരം ഇടാറ്. ഓക്കെ, നല്ല സുഖം ഇടാൻ. ഓക്കെ, എന്നിട്ട് നമുക്കിനി ഇതിന് കമ്മലിടാം. എൻ്റെ കമ്മലിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം, വാ. എൻ്റെ ഈ സ്റ്റാൻഡ് കൊള്ളാവോ? ഇത് ഞാനൊന്ന് നൈസായിട്ട് 77 നിന്ന് അടിച്ചു മാറ്റിയതാണ്. അങ്ങനെയല്ല കേട്ടോ, അവിടെ കമ്മൽ വയ്ക്കാൻ വേണ്ടി വന്ന സ്റ്റാൻഡാണ്. ഞാൻ എൻ്റെ ഇയറിങ്സിൻ്റെ കളക്ഷൻ എല്ലാം ഇതിൻ്റെ അകത്തോട്ട് മാറ്റി. ഈ കമ്മലൊക്കെ ഇത്രയും നാളും പെട്ടിക്കുള്ളിലിട്ടാണ് ഞാൻ വെച്ചോണ്ടിരുന്നത്. പക്ഷെ പെട്ടിക്കുള്ളിലോട്ട് വെക്കുമ്പം സാധനം അങ്ങോട്ട് ആരത് കട്ടിയുണ്ട, കുഴപ്പമില്ല, മെർലിൻ്റെ തുമ്മല വരത. പെട്ടിക്കുള്ളിൽ വെക്കുമ്പോൾ സാധനം അങ്ങോട്ട് ചിലവാകുന്നില്ല ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ഏതൊക്കെ കമ്മലുണ്ടെന്ന് നമ്മൾ പോലും മറന്നോ, എനിക്ക് ഓർമ്മ കാണില്ല. ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ എക്സാക്ട് മാച്ചിങ് കളറുള്ളത് ഉണ്ടാവുക, പക്ഷെ ആ സമയത്ത് പെട്ടി തുറന്ന് എല്ലാം പുറത്തേക്ക് എടുത്ത് നോക്കാനുള്ള മടി കാരണം ഏതെങ്കിലുമൊക്കെ കമ്മലിട്ടുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ഫുള്ള് ഓർഗനൈസ് ചെയ്തതാണ് അതിൻ്റെ ഉള്ളിലേക്ക്. ഇനി കുറേ മാല ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ കമ്മലെല്ലാം കൂടെ ഒരുമിച്ചൊരു പെട്ടിയിൽ ഇട്ട് വെറുതെ വെച്ച് തന്നെ ഉപയോഗിക്കാണ്ട് തന്നെ കുറേ കമ്മൽ നശിച്ചു, എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. അങ്ങനെ കമ്മലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം, ഞാനെന്താ ഈ കമ്മലിട്ട് ഇതിൻ്റെ കൂടെ ഇനി എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇറങ്ങാം. ഇന്ന സാധനം ഇവിടെ കൊണ്ടിട്ട് നീയാണ് ക്യാച്ച്. ഓക്കെ, പോകുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് അടുക്കി പറക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചേ. ഞാൻ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പേ ഇപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ, പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, പോകാനായിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ പെറുക്കിയൊക്കെ പുറത്തിടുമല്ലോ, എന്നിട്ട് അതെല്ലാം ഞാൻ അവിടെ ഇട്ടിട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ട് എടുത്ത് വെക്കാമെന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു ഇത്രയും നാൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഭയങ്കര ടയർഡായിട്ട് വരും. അപ്പോൾ വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തേക്കാൻ, ഇനിയിപ്പോൾ വയ്യാന്ന് വിചാരിക്കും, പിന്നെ അത് എടുത്ത് വെക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ, പോകുന്നതിന് മുമ്പ് എന്ത് സാധനം പുറത്തേക്ക് എടുത്തിട്ടാലും പെട്ടെന്ന് അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാറ്. അപ്പോൾ തിരിച്ചു വരുമ്പം വീട് നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ഉറങ്ങുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെറുതായിട്ടൊന്ന് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങാം. ഇവിടെ വലുതായിട്ടൊന്നും മെസ്സായിട്ടില്ല. കിച്ചൺ മെർലിനുള്ളതുകൊണ്ട് അവൾ എന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു. അവൾ തന്നെ ഫുൾ എനിക്ക് എല്ലാം കഴുകിയൊക്കെ തന്നു, അതെല്ലാം സെറ്റ് ചെയ്തു. ഇനി ആ റൂമിൽ നിന്ന് മാഡം ഒരുങ്ങി തീർന്നിട്ടില്ല, പെട്ടെന്ന് എനിക്ക് പുറത്തേക്ക് ഇറക്കണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. ഞാൻ റെഡിയായി കഴിഞ്ഞു, ഇപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. ഭയങ്കര മഴ തുടങ്ങി. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. എനിക്ക് ഇറങ്ങാൻ തന്നെ ഇപ്പോൾ മടിയാവണം, നനയുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ. കാറിലാണ് പോണേ, എന്നാലും കുറേ സ്ഥലങ്ങളിൽ ഇറങ്ങാനുള്ളത് കൊണ്ട് നന്നായിട്ട് നനയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം പെട്ടെന്ന്. പക്ഷേ അവിടെ പടയുന്ന കാര്യങ്ങൾ തീർത്തിട്ട് വേണം എനിക്ക് വേഗം വന്നിരുന്ന് റെസ്റ്റ് എടുത്ത് നന്നായിട്ടൊന്ന് സുഖിച്ച് TV കാണാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങാം. വീടൊക്കെ പൂട്ടിയിട്ടുണ്ട്. സ്ഥിരം ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കണ്ണാടി നോക്കാം ഒരു പതിവാണ്. പോവാം. എല്ലാം എടുത്തോ? നമ്മൾക്ക് കുറച്ച് ബെഡ്ഷീറ്റൊക്കെ അയൺ ചെയ്യാൻ കൊടുക്കാനുണ്ട്. അതെല്ലാം എടുത്തില്ലേ? കാറിനൊന്നുമില്ലല്ലോ എടുക്കുക. കാറിൻ്റെ കീ ചെടിച്ചട്ടി എടുത്തില്ല. നമ്മുടെ പീസ് ലില്ലി മാറ്റി പ്ലാൻ ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഇതിലുണ്ടായിരുന്ന പീസ് ലില്ലി നമ്മൾ ചത്തുപോകാനുള്ള കാരണം ചെടികളുടെ കഥ ഞാനൊരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ചെയ്യാൻ കേട്ടോ. ഓരോ ചെടികളുടെ സ്വഭാവ സവിശേഷതകളും കൂതറ സ്വഭാവത്തെ പറ്റി എനിക്ക് നന്നായിട്ട് സംസാരിക്കാനുണ്ട്. പീസ് ലില്ലി എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. അതിൻ്റെ ചെടിയുടെ പേരിൽ മാത്രമേ സമാധാനമുള്ളൂ. മേടിക്കുന്നവന് ഒരു സമാധാനം കൊടുക്കാത്തൊരു ചെടിയാണ് പീസ് ലില്ലി. അവൻ വെള്ളം കൂടിയാലൊരു സ്വഭാവം, വെള്ളം കുറഞ്ഞാലൊരു സ്വഭാവം, ഇനി വെള്ളം കൊടുത്താൽ വേറൊരു കൂതറ സ്വഭാവം. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പീസ് ലില്ലി. അപ്പം ഞങ്ങളിപ്പോൾ പീസ് ലില്ലി ആയിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് ഏകദേശം അവൻ്റെ ട്രാക്ക് ഒന്ന് പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷിച്ചതായിരുന്നു. ചത്തുപോയി. ബാ. പെട്ടിക്കുള്ളിൽ ഫുള്ളും ബെഡ്ഷീറ്റാണ്. നിങ്ങൾ വിചാരിക്കും ബെഡ്ഷീറ്റ് അയൺ ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്.
അതിൻ്റെ കഥ ഞാൻ നമ്മുടെ ഇവിടുത്തെ ഹോം ടൂർ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ബാ. ലിഫ്റ്റ് വന്നോ? വെയിറ്റ് ആണേ. തീർച്ചയായിട്ടും കനവുണ്ട്. ഞാൻ പാക്കവേ ഇല്ല. ഇതവിടെ ഇരുന്നു. ഇതൊന്ന് കഴുകി സ്റ്റെയിൻ റിമൂവർ ഇട്ടിട്ടെ നന്നായിട്ട് തുടയ്ക്കണം. ഈ ഡ്രസ്സിനോട് നല്ലതല്ലേ? വണ്ടി ഒന്നും കയറിക്കോ. ഓ, ഭയങ്കര വെളിച്ചം. അങ്ങനെ ഞാൻ ഇവിടെ ബാങ്കിലെത്തി. അവനോട് നമ്മുടെ ക്യാമറമാൻ അവനായിട്ടോ വണ്ടി ഓടിച്ചത്. നമ്മൾ ബാങ്കിലെത്തി. ഞാനൊന്ന് ബാങ്കിലേക്ക് കയറാൻ വേണ്ടി പോകണം. എനിക്ക് നെറ്റ് ബാങ്കിങ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. എനിക്ക് ഫോണിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് വന്നേക്കാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി എവിടെ പോകാൻ. ഓഫീസിൽ പോകണം. അങ്ങനെ നമ്മൾ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓഫീസിൽ പോവാം. നല്ല ലൈറ്റ് ഉണ്ട്, സൺലൈറ്റ്. അയ്യോ, ഭയങ്കര കത്തിക്ക് ലൈറ്റ് അത്ര വേണ്ടായിരുന്നു. നമ്മളിനി നേരെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഓഫീസിൽ പോകുന്നു. ഫൂട്ടേജ് കൊടുക്കാനുണ്ടല്ലേ, ഷൂട്ട് ചെയ്തതിൻ്റെ ഫൂട്ടേജ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അനദർ പീസ് ലില്ലിനെ മേടിക്കാൻ വേണ്ടി പോവാണ്. ഇനിയെങ്കിലും പീസ് ലില്ലി എന്നോടൊരു സ്നേഹം കാണിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ ഓഫീസിലേക്ക് കയറുവാണ്. ഞാനും അഖിലും മെർലിനും. ഇവിടെ ഓഫീസിൽ ശ്രാവൺ ഒറ്റയ്ക്കിരുന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പോയി എഡിറ്റിംഗ് ഒക്കെ എന്തോ ആയെന്ന് നോക്കാം. ഇവിടുത്തെ ചെടികളൊക്കെ എന്തിയേ? ഇവിടെ ആരാ ചെടി മോഷ്ടിക്കുന്നേ? എന്റെ ചെടികളെല്ലാം ഇവിടെ നിന്ന് അടിച്ചു. എന്തുവാടി ഇത്? കഷണ്ടി ബാധിച്ചതുപോലെ ആയല്ലോ എന്റെ ചെറുക്കന്റെ തല. ഇതല്ല, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇതിന്റെ ഫ്രണ്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. വീഡിയോ കണ്ടുപിടിക്കുകയാണ്. നാളെ ചെറിയൊരു ടീ ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. അഖിലിന് വിശക്കാൻ തുടങ്ങി. വെള്ളന് ചായ കുടിക്കണം. ഞാൻ ഇപ്പൊ 5 മണി ആകാറ്. അപ്പൊ ഞാനും ഡിന്നർ കഴിച്ചങ്ങ് അവസാനിപ്പിക്കാൻ പോവാണ്. ശ്രാവൺ ഇവിടെ വന്നില്ല. അതെ, ശ്രാവൺ ഇപ്പൊ ഇറങ്ങി വരും. അവൻ വീഡിയോയിൽ, ഞാൻ പറഞ്ഞില്ലേ, വീഡിയോയിൽ വരത്തില്ല. അത് മുങ്ങി നടക്കുകയാണ്. ഞാൻ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഞാൻ ഇറങ്ങുക. പ്ലാൻ ചെയ്തിരുന്ന കടയിലേക്ക് പോകാൻ പറ്റിയില്ല. അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാക്കാനുള്ള വേറൊരു കടയിലേക്ക് വന്നതാ. ഇവിടെ എനിക്ക് സെയിം മറ്റേതിനാണ് ഇഷ്ടപ്പെടുന്നത്. ഈ പറഞ്ഞ മസാല പോയി
പെട്ടെന്ന് എടുത്തോ. ഈ കാണുന്ന ഐറ്റം കണ്ടോ, പീസ് ലില്ലി. ഈ ലില്ലിനെ മേടിക്കാനാണ് ഞങ്ങൾ പോയത്. 2-2.5 മണിക്കൂർ ഞങ്ങൾക്ക് പോയി കിട്ടി. കാര്യം എടപ്പള്ളിയിലെ ഒരു കടയിലേക്കാണ് പോയത്. പക്ഷെ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, വണ്ടി ഫുൾ ബ്ലോക്ക്, അങ്ങോട്ട് പോകാനും പറ്റിയില്ല. ലാസ്റ്റ് നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു കടയിൽ നിന്നാണ് ഇത് പോയി മേടിച്ചത്. അങ്ങനെ സമയം ഫുൾ ഇന്ന് പോയി. എനിക്കാണെങ്കിൽ ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് ചെറുതായിട്ടൊരു ജലദോഷവും എന്തോ ഒരു വല്ലായികയും തലവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ എനിക്കങ്ങ് ക്ഷീണമാണ്. അതുകൊണ്ട് നമ്മുടെ വ്ളോഗ് ഞാനിനി കണ്ടിന്യൂ ചെയ്യുന്നില്ല, അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു. നിങ്ങൾ ഇന്നിപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ, ഇത് ഇത്രയും പരിപാടികളായിരുന്നു ഇന്നുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞു. ഇനി നേരെ പോയി ചൂടുവെള്ളത്തിൽ നല്ലൊരു കുളി, അത് കഴിഞ്ഞിട്ട് കിടക്കണം. എനിക്ക് പനി വരുമ്പോൾ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാര്യം മൂക്കടാനും മൂക്കടപ്പും കണ്ണരിച്ചിലൊക്കെ എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിനി അധികം ഡയലോഗ് അടിച്ച് സമയം കളയുന്നില്ല. ടാറ്റാ ബൈ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.